നമസ്കാരം. കേരളത്തിന് അതിഥികളൊക്കെ ദൈവത്തിനെ പോലെയാണ്. കേരളത്തിൽ കഴിഞ്ഞ കുറെ ദിവസമായി അഭ്യൂഹങ്ങൾ പരത്തിയും ഒടുവിൽ അതിഥിയായും ഒക്കെ കഴിയുന്ന ഒരാളുണ്ട്. ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35B. പൗരത്വം അങ്ങ് ബ്രിട്ടനിലാണെങ്കിലും കേരളത്തിൽ വന്നതിൽ പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം എന്നൊരു തോന്നലായിരുന്നു. മഴയും വെയിലും കൊണ്ട് F-35B കിടക്കുന്നതും കസേരയിട്ട് കാവലിരിക്കുന്ന പൈലറ്റുമൊക്കെ മലയാളികളുടെ കൂടെ ദുഃഖമായി മാറി. അതിനിടയിൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണോ ഇത് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഒരുപാട് പുറത്തു വന്നു. ഒടുവിലത്തെ ജന്മനാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഒരുങ്ങുകയാണ് F-35B. സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35B കൊണ്ടുപോകാൻ ബ്രിട്ടീഷ് സംഘമെത്തി. ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ നിന്നാണ് 17 സാങ്കേതിക വിദഗ്ധരുമായി ബ്രിട്ടന്റെ എയർബസ് 400 എത്തിയത്. തകരാർ പരിഹരിക്കാനുള്ള ശ്രമമാകും ആദ്യം നടത്തുക. പരാജയപ്പെട്ടാൽ യുദ്ധവിമാനം എയർബസിൽ കയറ്റി കൊണ്ടുപോകുന്നത് ആലോചിക്കും. 3 ആഴ്ചയിലധികമായി കോടികളുടെ വിലയുള്ള വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. കേരളത്തിൽ ട്രോളുകളിൽ നിറയുകയും ബ്രിട്ടനിൽ രാഷ്ട്രീയ പ്രശ്നമായി മാറുകയും ചെയ്ത അത്യാധുനിക യുദ്ധവിമാനം തിരികെ കൊണ്ടുപോകാൻ വന്ന സംഘത്തിൽ നേവി ഉദ്യോഗസ്ഥരുമുണ്ട്. യുദ്ധവിമാനത്തിന്റെ നിർമ്മാതാക്കളായ US കമ്പനി ലോക്ഹീഡ് മാർട്ടിനിലെ ജീവനക്കാരും സംഘത്തിലുണ്ട്. ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നതായിരുന്നു F-35B യുദ്ധവിമാനം. ഇന്ധനം തീർന്നതോടെ അടിയന്തരമായി ഇറക്കാൻ തിരുവനന്തപുരത്ത് അനുമതി ചോദിക്കുകയായിരുന്നു. ഇറക്കുന്നതിനിടെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചതാണ് തിരിച്ചുപോകാൻ പറ്റാത്ത നിലയിൽ എത്തിച്ചത്. 968 കോടി രൂപ ചെലവുള്ള വിമാനം ലോകത്തെ ഏതാനും രാജ്യങ്ങൾക്ക് മാത്രമേ സ്വന്തമായുള്ളൂ. ഇന്ത്യയുടെ പക്കൽ ഈ യുദ്ധവിമാനം ഇല്ല. ശത്രുക്കളുടെ റഡാർ സംവിധാനത്തെ വെട്ടിച്ച് യാത്ര ചെയ്യാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യ ഈ യുദ്ധവിമാനത്തിലുണ്ട്. ശത്രു സാന്നിധ്യം മനസ്സിലാക്കി കൃത്യമായ ആക്രമണം നടത്താൻ ലോകത്തുള്ളതിൽ ഏറ്റവും മികച്ച യുദ്ധവിമാനമാണ് F-35B. വിമാനം തിരുവനന്തപുരത്ത് ഇറക്കിയ സാഹചര്യത്തിൽ അറ്റകുറ്റപ്പണിക്കായി വിമാനവാഹിനി കപ്പലിൽ നിന്ന് 2 എഞ്ചിനീയർമാർ ഹെലികോപ്റ്ററിൽ വന്നിരുന്നു. എന്നാൽ ഇവർക്ക് വിമാനം ശരിയാക്കാൻ സാധിച്ചില്ല. തുടർന്നാണ് വിദഗ്ധരുടെ പുതിയ സംഘം എത്തിയത്. ബ്രിട്ടീഷ് സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് വിമാനം. അതീവ സുരക്ഷയും ഉറപ്പാക്കിയിരുന്നു. വിമാനത്തിന്റെ രഹസ്യ സംവിധാനങ്ങൾ ചോർത്താതിരിക്കാനാണ് ഇത്രയും സുരക്ഷ ഒരുക്കിയത്. വിമാനത്താവളത്തിന് വാടക ഇനത്തിലും ബ്രിട്ടൻ വലിയ സംഖ്യ നൽകേണ്ടി വരും. യുദ്ധവിമാനത്തെക്കാൾ നീളമുള്ളതാണ് എയർബസ്. ഇതിൽ കയറ്റി യുദ്ധവിമാനത്തെ കൊണ്ടുപോവുക എന്നതാകും ഏറ്റവും ഒടുവിലെ പരിഹാരം. അപ്പോഴും പ്രശ്നമുണ്ട്. യുദ്ധവിമാനത്തിന്റെ ചിറക് ഊരിയെടുക്കേണ്ടി വരും. ഈ വേളയിൽ യാതൊരു കേടുകളും സംഭവിക്കാതെ നോക്കുകയും വേണം. ഇക്കാലയളവിൽ F-35B യുദ്ധവിമാനം സോഷ്യൽ മീഡിയയിൽ തരംഗവുമായിരുന്നു. ടൂറിസം വകുപ്പ് ഉൾപ്പെടെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതോടെയാണിത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തിയാൽ ആർക്കും തിരിച്ചു പോകാൻ സാധിക്കില്ല എന്ന മട്ടിൽ ട്രോളുകളും നിറഞ്ഞു. എത്ര കോടി മുടക്കി വാങ്ങിയിട്ട് എന്ത് കാര്യം, ഇങ്ങനെ വഴിയിൽ കിടന്നാൽ എന്തു ചെയ്യും തുടങ്ങിയ ട്രോളുകളും നിരവധിയാണ്. ഇനി തനിയെ പറത്തിക്കൊണ്ടുപോയാലും എയർബസിൽ കയറ്റിക്കൊണ്ടുപോയാലും മലയാളികൾക്ക് പ്രതീക്ഷിക്കാതെ വന്ന് മനസ്സു കവർന്ന F-35B മറക്കാൻ പറ്റില്ല എന്ന് തന്നെ.